അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നമ്മുടെ ക്യാരറ്റും റവയും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അടുപ്പത്തേക്ക് ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉരുളി നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. നമ്മുടെ ആ നെയ്യിൽ കിടന്നിട്ട് നമ്മുടെ ക്യാരറ്റ് നല്ലതായിട്ട് ഫ്രൈ ആയിട്ട് വരണം. അതുവരെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ക്യാരറ്റൊക്കെ കഴിക്കാൻ ഇഷ്ടമല്ലാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിതാ 1 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര പെട്ടെന്ന് മെൽറ്റായിട്ട് വരെ. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം വരും കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല രീതിക്ക് തന്നെ ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാര ഇവിടെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. അപ്പോൾ അതിലേ ഒരു വെള്ളത്തിൻ്റെ അംശം വരും. അപ്പോഴാണ് നമ്മൾ അതിലേക്ക് റവ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റവയുടെ അംശം നമ്മൾ കൂടാൻ പാടില്ല കേട്ടോ. 1/4 കപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ അധികം റവ ഇടുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ആ ഒരു മിക്സ് കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പ് റവയൊക്കെ ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അളവിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു രീതി തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. അപ്പോൾ ഇതാ 1/4 കപ്പ് റവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ആ പഞ്ചസാരയുടെ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ റവ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തത്. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത നമ്മുടെ കാഷ്യൂനട്ടും ബദാമും കൂടി ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ നല്ല രീതിക്ക് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നെയ്യുടെയും നമ്മുടെ ക്യാരറ്റിൻ്റെയും പഞ്ചസാരയുടെ ഒക്കെ ചേർന്ന് നല്ലൊരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരിവാകുമ്പോഴാണ് ഞാൻ അതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തു. ഇപ്പം നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിക്ക് നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതി ആകുമ്പോഴേക്കും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഇതായത് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. എന്നാൽ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. ആ ചൂടോട് കൂടി തന്നെ നമ്മൾ ഇതുപോലെ ബോൾസാക്കി എടുത്താൽ നമുക്ക് അടിപൊളിയായിട്ട് ബോൾസായിട്ട് കിട്ടും കേട്ടോ. അതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ ബോൾസായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ബൗൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാരറ്റിന് കുറച്ച് കളറൊക്കെ കുറവാണെന്ന് തോന്നിയാൽ നമുക്ക് വേണമെങ്കിൽ ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഉപയോഗിച്ച ക്യാരറ്റ് നല്ല കളറുള്ള ക്യാരറ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിൽ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാനിത് എല്ലാം ബൗൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് റവ വെച്ചിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികൾ വരെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും കഴിക്കും കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ.